കാരാഗൃഹത്തിൽ കിടന്നുകൊണ്ട് ഫിലിപ്പിയിലുള്ള ദൈവജനത്തിന് പൗലോസ് അപ്പോസ്തലൻ എഴുതുന്ന സന്തോഷിപ്പിൻ എന്ന വാക്ക് ആവർത്തിച്ചുപയോഗിക്കുന്ന ക്രിസ്തുവിലുള്ള സന്തോഷത്തെ പ്രകീർത്തിക്കുന്ന അനുഗ്രഹീതമായ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. 1-ാം അധ്യായം വാക്യപ്രതിവാക്യമായി നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 24 വരെയുള്ള വാക്യങ്ങളാണ് ഇതുവരെ നാം ചിന്തിച്ചത്. അത് നമുക്ക് ആത്മീയ വർധനവിനും വചനത്തോട് അധികം അടുക്കുന്നതിനും വചനത്തെ അധികമായി ഗ്രഹിക്കുന്നതിനും ഒക്കെ സഹായകരമായി തീരുന്നു എന്ന് ഞാൻ വിശ്വസിച്ച് കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. ഇന്ന് 25-ാമത്തെ വാക്യത്തിലേക്ക് പ്രാരംഭമായി നാം കടന്നു വരികയാണ്. എപ്പിസ്റ്റിൽ ടു ദ ഫിലിപ്പിയൻസ് ബൈ അപ്പോസ്റ്റൽ പോൾ, ചാപ്റ്റർ 1 വേഴ്സ് 25. 25-ാമത്തെ വാക്യം ഇങ്ങനെ നാം വായിക്കുന്നു: ഇങ്ങനെ ഉറച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അഭിവൃദ്ധിക്കും സന്തോഷത്തിനുമായി തന്നെ ഞാൻ ജീവനോടിരിക്കും എന്നും നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കും എന്നും അറിയുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലന്റെ ഈ വാക്കുകൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച അതേ വിഷയത്തിന്റെ തുടർച്ച തന്നെയാണ്. പുതിയതായിട്ടൊന്നും ഈ വാക്യത്തിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാൻ ആമുഖമായിട്ടൊന്നുമില്ല. കാരാഗൃഹത്തിലിരിക്കുന്ന പൗലോസ് അപ്പോസ്തലൻ ഒരിക്കൽ കൂടെ ഫിലിപ്പിയർക്ക് അവരെ ചെന്ന് കണ്ട് അവരോടൊപ്പമായിരുന്ന് ശുശ്രൂഷകൾ അവരുടെ നടുവിൽ നിവർത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശ പങ്കുവയ്ക്കുകയാണ്. ഇവിടെ പ്രവൃത്തികളുടെ പുസ്തകത്തിൽ പൗലോസ് അപ്പോസ്തലൻ അവരെ വിട്ടുപിരിയുന്ന രംഗം രേഖപ്പെടുത്തുമ്പോൾ ഇനി നിങ്ങൾ എൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരെ വിട്ടുപിരിയുന്നത്. എന്നാൽ ആ സമയത്ത് തനിക്ക് ഇനി അവരെ കാണുകയില്ല എന്ന് പറയുമ്പോൾ അത് ഒരു ഉറച്ച പദമായിട്ട് എന്ന് പറയുന്നെങ്കിലും അതിനുശേഷം തൻ്റെ കാഴ്ചപ്പാടിന് അല്ലെങ്കിൽ ദൈവം നൽകിയ കാഴ്ചപ്പാട് വെളിപ്പാടിന് മാറ്റം വരുത്തി മാറ്റം വന്നു എന്നുള്ളത് ഈ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. യെരുശലേമിലേക്ക് 3-ാം മിഷണറി യാത്ര കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന വഴിക്ക് ഈ യൂറോപ്പിലെ സഭകൾ, അതുപോലെ ഏഷ്യ മൈനറിലെ ചില സഭകൾ കടൽ തീരത്ത് വെച്ച് അവരെയൊക്കെ കണ്ടുമുട്ടി അവരോട് ബൈ പറഞ്ഞിട്ടാണ് പൗലോസ് അപ്പോസ്തലൻ പോകുമ്പോൾ പട്ടണം തോറും ചെല്ലുന്നിടത്തുള്ള പ്രവാചകന്മാരും പ്രവാചകിമാരും എല്ലാം പ്രവചിച്ചു പറഞ്ഞു, പൗലോസ് യെരുശലേമിൽ വെച്ച് വലിയ ഉപദ്രവം നേരിടും, മർദ്ദനമേൽക്കും, ബന്ധിക്കപ്പെടും എന്നെല്ലാം പറഞ്ഞത് കേട്ട് പലരും പൗലോസിനോട് പറഞ്ഞു, പോകരുത്, ഈ യാത്ര യെരുശലേമിലേക്ക് തുടരരുത്, മടങ്ങി പോകരുത്. നമ്മളൊക്കെ ഇവിടെയൊക്കെ താമസിച്ച് ശുശ്രൂഷയൊക്കെ ചെയ്ത് നമ്മൾ തരുന്ന സ്തോത്ര കാഴ്ചയൊക്കെ മേടിച്ച് നമുക്കിങ്ങനെ കർത്താവിനെ ആരാധിച്ച് പൗലോസിലുള്ള ആഴമായ ആത്മീയ വെളിപ്പാടുകളൊക്കെ ഞങ്ങൾ അധികം ഇങ്ങനെ ഭക്ഷിച്ച് അല്ലെങ്കിൽ അധികം ആത്മാവിന്റെ പുഷ്ടി അനുഭവിച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ വരവിനെ നോക്കി പാർക്കാമെന്നൊക്കെ പലരും സ്നേഹം കൊണ്ട് ഉപദേശിച്ചെങ്കിലും പൗലോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ കരങ്ങിങ്ങനെ എൻ്റെ മനം കലക്കുന്നത് എന്ത്? യെരുശലേമിൽ വെച്ച് ബന്ധിക്കപ്പെടുമെന്ന് മാത്രമേ ഇതുവരെ പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളൂ. എനിക്കും അങ്ങനെ തന്നെയാണ്, ബന്ധിക്കപ്പെടാനാണ് പോകുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ബന്ധിക്കപ്പെടാൻ മാത്രമല്ല, മരിക്കാനും ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഈ സെന്റിമെന്റ്സിനൊന്നും എന്നെ തടുക്കാൻ പറ്റത്തില്ല. അത് ദൈവത്തിന്റെ പദ്ധതിയും ഹിതവുമാണ് എന്ന് അറിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ദൈവം ചില കാര്യങ്ങൾ മുന്നറിയിക്കുന്നത് പ്രാർത്ഥിച്ച് അതിൽ ഒരു നീക്കം വരാനായിട്ടൊക്കെ അപേക്ഷിക്കാൻ വേണ്ടിയാണ്. എന്നാൽ ചില കാര്യങ്ങൾ ദൈവം മുന്നറിയിക്കുന്നത് നമ്മൾ ഒരുങ്ങാൻ വേണ്ടിയാണ്. അതുപോലെ ഒരുങ്ങാൻ വേണ്ടി മുന്നറിയിച്ച ഒരു കാര്യമാണ് പൗലോസ് യെരുശലേമിൽ വെച്ച് ബന്ധിക്കപ്പെടുമെന്ന്. അതിനെതിരെ പ്രാർത്ഥിക്കാൻ, കർത്താവെ ആ ബന്ധനമെല്ലാം നീങ്ങിപ്പോകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പൗലോസ് ആരെയും ആഹ്വാനം ചെയ്യുന്നില്ല. അങ്ങനെ നീങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നവരെ ശാസിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ കാര്യത്തിലും നമ്മൾ കഷ്ടത വേണ്ട എന്ന് പറയരുത്. എനിവേ, ഞാന് ഇവിടേക്ക് മടങ്ങി വരട്ടെ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ അന്ന് പറഞ്ഞതിൽ നിന്ന് വ്യത്യാസമായി. അന്ന് പറഞ്ഞപ്പോൾ താൻ യെരുശലേമിലേക്ക് പോവുകയാണ്. യെരുശലേമിൽ വെച്ച് പറഞ്ഞതുപോലെ ബന്ധിക്കപ്പെട്ടു. കൈസരിയയിൽ തടവിൽ പാർത്തു. അതിനുശേഷം അവിടെ നിന്ന് റോമൻ കൈസറിനെ അപ്പീൽ ചെയ്തു. അന്നത്തെ സുപ്രീം കോർട്ട് എന്ന് പറയാൻ കഴിയുന്ന റോമൻ കൈസറിനെ അപ്പീൽ ചെയ്തു. റോമിൽ എത്തിച്ചേർന്നു. അവിടെ തടങ്കലിലായിരിക്കുമ്പോഴാണ് ഈ ലേഖനം എഴുതുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇപ്പോൾ പറയുകയാണ്, ഞാൻ ഇനിയും നിങ്ങളുടെ അടുക്കൽ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു, ശുശ്രൂഷകൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല, ഇവിടെ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിട്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ ഭാഗം നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഈ 25-ാമത്തെ വാക്യത്തിൽ പറയുന്ന ആ വാക്കുകൾ നമുക്കൊന്നുകൂടെ ഒന്ന് രണ്ട് വാക്കുകൾ കൂടെ അവിടെ നിന്ന് നോക്കിയിട്ട് അടുത്ത വാക്യത്തിലേക്ക് കടന്നു പോകാം. പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുന്നത്, ആമേൻ, ആൻഡ് ഹാവിംഗ് ദിസ് കോൺഫിഡൻസ്, ഇങ്ങനെ ഉറച്ചുകൊണ്ട്
I know that I shall abide and continue with you all for your furtherance and joy of faith. I know. ഞാൻ അറിയുന്നു എന്നാണ് പറയുന്നത്. പ്രൈസ് ലോർഡ്. മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിൽ മൂന്നാം മിഷണറി യാത്രയുടെ ഒടുവിലത്തെ പാദത്തിലേക്ക് വരുമ്പോൾ യെരുശലേമിൽ വെച്ച് ബന്ധിക്കപ്പെടുമെന്ന് ഞാൻ അറിയുന്നു. അത് അറിവായിരുന്നു, അങ്ങനെ തന്നെ സംഭവിച്ചു. പക്ഷേ മരിക്കാനും ഞാൻ ഒരുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ പൗലോസ് അപ്പോസ്തലന് അതേക്കുറിച്ച് അറിവില്ലായിരുന്നു. ഞാൻ അതിന് ഒരുക്കമാണെന്ന് പറയുകയാണ്. ഹല്ലേലൂയ. പൗലോസ് ഇവിടെ ഈ വീട്ടുതടങ്കലിൽ നിന്ന് വിമോചിതനാകും എന്ന ഉറപ്പ്, കർത്താവിൽ നിന്ന് പ്രാപിച്ച ഉറപ്പ് താന് പങ്കുവയ്ക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഇത് എന്തിനു വേണ്ടിയാണ്? പൗലോസ് അപ്പോസ്തലൻ ഈ പറയുന്നത് ഇതൊരു പ്രൊഫറ്റിക് വേർഡാണ് അല്ലെ? ശുശ്രൂഷയെക്കുറിച്ച്, തന്റെ മുന്നോട്ട് ഉള്ള ശുശ്രൂഷയെക്കുറിച്ചുള്ള ഒരു പ്രവചന സ്വരമാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ചൊക്കെ കർത്താവ് വിവിധ നിലകളിൽ നമ്മോട് സംസാരിക്കും. ശ്രദ്ധിച്ചാൽ ദൈവസ്വരം കേൾക്കാനായിട്ട് കഴിയും. പ്രാർത്ഥിച്ചാൽ ദൈവം വ്യക്തമായി നമ്മോട് ഇടപെടും. ഹല്ലേലൂയ. ആമേൻ. എന്നിട്ട് പൗലോസ് ഇവിടെ പറയുന്നത്, എനിക്ക് അങ്ങനെ നിങ്ങളെ കാണാൻ വരുന്നത് മറ്റെന്തെങ്കിലും ബെനഫിറ്റിന് വേണ്ടിയല്ല, എനിക്കെന്തെങ്കിലും പ്രയോജനം ഉണ്ടാകാൻ വേണ്ടിയല്ല, ഫോർ യുവർ ഫർദറൻസ്, നിങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. ആമേൻ. എന്ത് അഭിവൃദ്ധിയാണ് ഒരു ദൈവദാസന് ദൈവജനത്തിന് കൊടുക്കാനുള്ളത്? ആത്മീയമായ അഭിവൃദ്ധിയാണ്. അല്ലാതെ ദൈവദാസന്മാര് ആമേൻ അങ്ങനെ സഹായിക്കാൻ കഴിവുള്ളവരുണ്ടായിരിക്കാം, പക്ഷേ അവരുടെ കയ്യിൽ നിന്ന് ധനമോ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. പ്രത്യേകിച്ച് പൗലോസിനെ പോലുള്ളവരുടെ കയ്യിൽ നിന്ന് അവർക്ക് സാമ്പത്തിക നന്മകളോ അങ്ങനെയുള്ളതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. അപ്പോൾ ആത്മീയ അഭിവൃദ്ധിയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തന്നിലുള്ള ആത്മീയ വെളിപ്പാട്, കൃപാവരങ്ങൾ, വചനപരിജ്ഞാനം, ശുശ്രൂഷകൾ, ഇതൊക്കെ അവർക്ക് വീണ്ടും അനുഗ്രഹമായി തീരും, അവരുടെ ആത്മീയ വർധനവിന് കാരണമായി തീരും എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പ്രത്യാശ പങ്കിടുകയാണ്. തനി കർത്താവിൽ നിന്ന് പ്രാപിച്ച ഉറപ്പിനെ കുറിച്ച് പൗലോസ് പറയുകയാണ്. അടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 26 വാക്യം. അങ്ങനെ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുന്നതിനാൽ എന്നെക്കുറിച്ച് നിങ്ങൾക്കുള്ള പ്രശംസ ക്രിസ്തു യേശുവിൽ വർദ്ധിപ്പാൻ ഇടയാകും. പ്രൈസ് ദി ലോർഡ്. പ്രശംസ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദാറ്റ് യു ആർ റിജോയ്സിങ് എന്നുള്ളതാണ്. മലയാളത്തിൽ പ്രശംസ എന്ന് പരിഭാഷ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സന്തോഷം, നിങ്ങളുടെ ആനന്ദം എന്നുള്ളതാണ്. ഈ ലേഖനം ഞാൻ പറഞ്ഞതുപോലെ സന്തോഷിപ്പിൻ, ആനന്ദം, സന്തോഷം എന്നതിനെ അടിവരയിട്ട് ആവർത്തിച്ച് പറയുന്ന ഒരു ലേഖനമാണ്. ദാറ്റ് യുവർ റിജോയ്സിങ് മേ ബി മോർ അബണ്ടന്റ്, നിങ്ങളുടെ സന്തോഷം അങ്ങനെ വർദ്ധിക്കാൻ ഇടയാകുമെന്നാണ് പറയുന്നത്. എന്നെ കുറിച്ചുള്ള നിങ്ങളുടെ പ്രശംസ വർദ്ധിപ്പാൻ എന്ന് മലയാളത്തിൽ പരിഭാഷ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ സന്തോഷം, ദാറ്റ് യുവർ റിജോയ്സിങ് മേ ബി മോർ അബണ്ടന്റ് ഇൻ ജീസസ് ക്രൈസ്റ്റ് ഫോർ മീ, എനിക്ക് വേണ്ടിയുള്ള, എന്നെ കുറിച്ചുള്ള നിങ്ങളുടെ സന്തോഷം വീണ്ടും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നതിനാൽ വർദ്ധിക്കാൻ കാരണമാകും എന്നാ പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ ചില ആത്മീയ ആലോചനകൾ നമുക്കും ചിന്തിക്കാനുണ്ട്, പൗലോസിന്റെ ഈ വാക്കുകളിൽ നിന്ന് ചിന്തിക്കാനുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മള് ചിലർ നമ്മുടെ അടുത്തോട്ട് വരുന്നതിനെ കുറിച്ച് കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകുമോ, ആശങ്കയുണ്ടാകുമോ? ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു ദൈവദാസൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്, നമ്മുടെ അടുത്തോട്ട് വരികയാണ് എന്ന് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന വികാരം എന്താണ്? നമുക്ക് ഭയങ്കര ഹാപ്പിയാണോ? അതോ ദൈവമേ ഇനി ഞാൻ എന്തൊക്കെ ഇവിടെ അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ചിന്തയാണോ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഒരിക്കൽ ഭർത്താവ് പറഞ്ഞു, എൻ്റെ അമ്മ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന്. ഇവിടുത്തെ കാര്യമല്ല കേട്ടോ, ഗൾഫിലെ കാര്യമാണ്. പറഞ്ഞപ്പോ ഭാര്യ ന്യൂസ് പേപ്പർ എടുത്തു വെച്ചിട്ട് പറഞ്ഞു, 3ാം ലോക മഹായുദ്ധത്തിനുള്ള സാധ്യത ന്യൂസ് ടൈറ്റിൽ വായിക്കുന്നത് പോലെ പറഞ്ഞു വിട്ടു എന്നൊരു തമാശ കേട്ടിട്ടുണ്ട്. ചിലർക്ക് അങ്ങനെയാണ്. ഇതുവരെ നടന്ന 2 ലോക മഹായുദ്ധങ്ങളെക്കാൾ വലിയ യുദ്ധം ഒരു വ്യക്തി വരുന്നു എന്ന് കേൾക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കുകയാണ്. അത് ദൈവമക്കൾ ഇടയിൽ ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷേ പലയിടത്തും ഉണ്ടാകുന്നത് കാണുമ്പോൾ സങ്കടമുണ്ട്. ദൈവദാസന്മാരെ കുറിച്ചും അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ പലർക്കും ഉണ്ടല്ലേ. ദൈവദാസന്മാർ വരുമ്പോൾ ഒരു ഭാരം ഉണ്ടാകുന്നവരുണ്ട്. പല കാരണങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ഞാൻ വിധിക്കാനോ വിമർശന ബുദ്ധിയോടെയോ പറയുന്നതല്ല, നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ്, ഞാൻ വരുന്നത് കൊണ്ട് നിങ്ങളുടെ സന്തോഷം, എന്നെക്കുറിച്ചുള്ള നിങ്ങളുടെ സന്തോഷം വർദ്ധിക്കും. എങ്ങനെയാണ് പൗലോസിനെ കുറിച്ചുള്ള അവരുടെ സന്തോഷം വർദ്ധിക്കുന്നത്? 1, പൗലോസ് അപ്പോസ്തലൻ തടവിൽ നിന്ന് പുറത്തു വന്നു എന്ന് കേൾക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം. ഹല്ലേലൂയ. 2, ഈ ഫിലിപ്പിയിൽ സഭയുണ്ടാകാൻ കാരണമായി ദൈവം ഉപയോഗിച്ച വ്യക്തി ആരാണ്? പൗലോസ് അപ്പോസ്തലനാണ്. പൗലോസും ശീലാസും തടവറയിൽ കിടന്ന് വില കൊടുത്ത് സമ്പാദിച്ച ആത്മാക്കളാണ് ഇവിടെ ഉള്ളത്. അവരിലൂടെ പിന്നെ പലരും കർത്താവിലേക്ക് വന്നതാണ്.
ഹല്ലേലൂയ. ആ അപ്പോസ്തലനെ വീണ്ടും ഒരിക്കൽ കൂടെ ഞങ്ങൾക്ക് കാണാനും ശുശ്രൂഷ അനുഭവിപ്പാനും കഴിയുന്നു എന്ന അവരുടെ സന്തോഷം വർദ്ധിക്കുവാനിടയാകും. ഹല്ലേലൂയ. ഒരുപക്ഷെ മുൻപ് ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ പല കാര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ പറ്റിയില്ല. ആമേൻ. നല്ല ആമേൻ കബാബൊക്കെ മേടിച്ചു കൊടുക്കാനായിട്ട് അന്ന് പറ്റിയില്ല. അതൊക്കെ ചെയ്യാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി, ഒരവസരം ഉണ്ടാവുകയാണ് എന്ന് അങ്ങനെയൊക്കെയുള്ള സന്തോഷം, ഭൗതികമായിട്ട് അദ്ദേഹത്തെ ബഹുമാനിക്കാനും സൽക്കരിക്കാനും ഒക്കെയുള്ള സന്തോഷം ഉണ്ടാകും. ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിൽ വരുന്ന ഒരു സംഭവം കൂടെ പറയാം. ഞാൻ ഖത്തറിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ചർച്ചിലല്ലാത്ത ഒരു വ്യക്തി, അദ്ദേഹം മറ്റൊരു ഇംഗ്ലീഷ് ചർച്ചിലെ മെമ്പറാണ്, ഒരു പെന്തക്കോസ്റ്റ് ചർച്ചിലെ മെമ്പറാണ്, എന്നാൽ മലയാളിയാണ്. അദ്ദേഹം അന്ന് ഞങ്ങളുടെ അടുത്ത് ശുശ്രൂഷയ്ക്കായി വന്ന ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെയും എന്നെയുമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ദൈവദാസൻ ഉള്ളത് കൊണ്ട് എന്നെ ക്ഷണിച്ചതാണ്, അല്ലാതെ എനിക്ക് നേരിട്ട് ബന്ധമില്ല. അങ്ങനെ പരിചയപ്പെടാനും ഒക്കെ ആയിട്ട് ക്ഷണിച്ചത് കൂടെയാണ്. ഞങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നു. അപ്പോൾ പോകുമ്പോൾ സാധാരണ ഒരു വീട്ടിൽ ഒരു ദൈവദാസനെ ക്ഷണിച്ച്, പ്രത്യേകിച്ച് ഞാൻ കൂടെ പോകുന്നയാളാണ്, ഒക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഉള്ള ചില പ്രതീക്ഷകളുണ്ടല്ലോ, ഇതുവരെയുള്ള അനുഭവത്തിൽ നിന്നുള്ള പ്രതീക്ഷകൾ. ആ പ്രതീക്ഷയോടെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവർ അല്പസമയം ഇരിക്കും. പ്രത്യേകിച്ച് ഒരു ലഞ്ച് ടൈമാണ് അവർ വിളിക്കുന്നത്. അപ്പോൾ ഉച്ചയ്ക്ക് ഉച്ചഭക്ഷണം തരും. അതൊക്കെ കഴിച്ച് നമ്മൾ പ്രാർത്ഥിക്കും. ഈ അതിഥിയായി വന്നിരിക്കുന്ന ദൈവദാസന് സ്തോത്ര കാഴ്ച കൊടുക്കും. എന്നിട്ട് നമ്മളിങ്ങനെ തിരിച്ചു പോരും എന്നുള്ള ചിന്തയിൽ, ഈ പ്രതീക്ഷയിലാണ് പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ചിന്ത എന്താണോ, അപ്പോൾ എനിക്ക് സ്തോത്ര കാഴ്ച കിട്ടത്തില്ല എന്നുള്ള ചിന്തയാണോ? അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്നെ അല്ല പ്രധാനമായിട്ട് വിളിച്ചത്. പിന്നെ ഈ വാഴയ്ക്ക് ഒഴിക്കുന്ന കൂട്ടത്തിൽ ചീര കൂടെ നനഞ്ഞാൽ എന്ന രീതിയിൽ ഉണ്ടെങ്കിലേ ഉള്ളൂ. എനിവേ, അപ്പോൾ ഈ പ്രതീക്ഷയിലാണ് അവിടെ ചെല്ലുന്നത്. ഞങ്ങൾ അവിടെ ചെന്ന് അദ്ദേഹം ഈ ദേവദാസനെ അറിയാം. ഇവർ തമ്മിൽ ഇദ്ദേഹം മറ്റു രാജ്യത്തായിരുന്നപ്പോൾ ഈ ദേവദാസനെ ക്ഷണിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ പരിചയമുണ്ട്. അവർ തമ്മിൽ അങ്ങനെ പല ഓർമ്മകളും ഒക്കെ പങ്കുവച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ, എനിക്ക് ഒരു ആഗ്രഹം ഉണ്ട്, അത് നോ പറയരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ എന്താ കാര്യം? അപ്പോൾ പറഞ്ഞു, എനിക്ക് അങ്ങയുടെ പാദം കഴുകണം. അപ്പോൾ ഈ ദേവദാസൻ ഒരു നിമിഷം ഞാനിങ്ങനെ സ്റ്റണ്ടായിട്ടിരിക്കുകയാണ്. ഇതുവരെ, അതിനു മുൻപോ അതിനു ശേഷവും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ചർച്ചിൽ പാദശുശ്രൂഷ ചെയ്ത് നമ്മൾ കർത്തൃമേശയൊക്കെ ചിലപ്പോൾ നടത്താറുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ മേഖലയിലൊക്കെ നിങ്ങൾ പോയാൽ ചില ചർച്ചുകളിൽ കാല് കഴുകിയിട്ടേ കർത്തൃമേശ നടത്താവൂ എന്നുള്ളൊരു ഉപദേശമായി തന്നെ വെച്ചിട്ടുണ്ട്. അത് തെറ്റാണെന്നും ശരിയാണെന്നും വാദപ്രതിവാദങ്ങളുണ്ട്. ഞാൻ അതിൽ പങ്കുചേരുന്നില്ല, എൻ്റെ വിഷയവും അതല്ല. എന്നാൽ ചർച്ചിൽ ഈ ചില നമുക്കിവിടെ വർഷാവസാനം നമ്മളൊരു പാദം കഴുകൽ ശുശ്രൂഷ ചെയ്യാറുണ്ട്. വാസ്തവത്തിൽ നല്ലൊരു ശുശ്രൂഷയാണ്, അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയാണ്. അത് എന്തുദ്ദേശത്തിലാണോ കർത്താവ് നൽകിയത് അതേ മനോഭാവത്തോടെ ചെയ്യുമ്പോൾ അത് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ്. അല്ലാതെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ, ഒരു സുന്ദരനായ ഒരാളെ പിടിച്ചുകൊണ്ടുപോയി അഴുക്കൊന്നും ഇല്ലാത്ത കാല് കഴുകി സംതൃപ്തി അടയുന്നതാണെങ്കിൽ, ആ രീതിയിലാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ ശുശ്രൂഷയിൽ വലിയ മഹത്വമൊന്നും ഇല്ല. ഓക്കെ, എനിവേ, ഞാൻ ആ വിഷയത്തിലേക്ക് വഴുതി പോകുന്നില്ല. ഞാൻ ഈ നടന്ന സംഭവം പറയാം. അപ്പോൾ ഈ മനുഷ്യൻ അത് കഴിഞ്ഞ് ഇത് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം അനുവാദത്തിനൊന്നും കാത്തു നിന്നില്ല. അദ്ദേഹം പോയി ഒരു ബേസിനിൽ വെള്ളം എടുത്തുകൊണ്ട് വന്നു. വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ ദേവദാസൻ സോഫയിൽ ആ സെറ്റിയിലായിരിക്കുന്നത്, അദ്ദേഹത്തിന്റെ പാദത്തിന്റെ താഴെ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ കാലിൽ നിന്ന് സോക്സൊക്കെ മാറ്റിയിട്ട് കാലെടുത്ത് വെള്ളത്തിലേക്ക് വെച്ചിട്ട് നല്ലവണ്ണം തിരുമി സോപ്പൊക്കെ ഇട്ട് കഴുകി. ഒരു 5-6 മിനിറ്റ് എടുത്തു പാദം കഴുകി. ഞാനിങ്ങനെ നോക്കിയിരിക്കുക. അപ്പോ ഇത് കഴിഞ്ഞപ്പോഴേക്കും അദ്ദേഹം എൻ്റെ അടുക്കലേക്കും വന്നു. അപ്പൊ ഞാന് പെട്ടെന്ന് എന്റെ മനസ്സിൽ ചിന്ത വന്നു, ഈ ബഹുമാന്യനായ വലിയ അറിയപ്പെടുന്ന അനുഗ്രഹീതനായ ദേവദാസൻ മറ്റാരുമല്ല, പോൾ പാസ്റ്ററാണ്, പോൾ ഗോപാലകൃഷ്ണൻ പാസ്റ്ററാണ്. അദ്ദേഹം ആ അറിയപ്പെടുന്ന അങ്ങനെയുള്ള ഒരു ദേവദാസനാണല്ലോ. അപ്പൊ ആ ബഹുമാനവും പിന്നെ അവർ തമ്മിൽ മുൻപും പരിചയമുണ്ട്, ആ രീതിയിലായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിരിക്കുമ്പോഴാ ഈ മനുഷ്യൻ എൻ്റെ അടുക്കലേക്കും കൊണ്ടുവന്നു, ഈ ഇതുമായിട്ട് വന്നു. ഓൾറെഡി ആ വെള്ളം കളഞ്ഞിട്ട് വേറെ വെള്ളം ബക്കറ്റിൽ നിന്ന് ഒഴിച്ച് എൻ്റെ കാലും കഴുകാൻ വേണ്ടി മുന്നോട്ട് വന്നു. അപ്പൊ പത്രോസ് പറയുന്നത് ഞാനും ആദ്യം പറഞ്ഞു, അയ്യോ എൻ്റെ കാലൊന്നും കഴുകണ്ട, അങ്ങനെയൊന്നും അത്രയൊന്നും ഞാൻ. അപ്പൊ അദ്ദേഹം പറയും, പ്ലീസ് അങ്ങനെ പറയരുത്. അങ്ങനെ നിർബന്ധത്തിന് വഴങ്ങേണ്ടി വന്നു. അദ്ദേഹം പാദം കഴുകി. തിരിച്ച് അദ്ദേഹത്തിന്റെ പാദം കഴുകാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം അനുവദിച്ചില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ പാദം നിങ്ങൾ കഴുകിയതായിട്ട് ഞാൻ ചിന്തിച്ചോളാം, പക്ഷെ ഇപ്പോ വേണ്ട എന്ന് പറഞ്ഞു. എനിവേ, ഈ ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ മറക്കാനാകാത്തൊരു സംഭവമാണ്. ഞാനിപ്പോ പറയണമെങ്കിൽ
അതിനു മുൻപ് അതിന് ശേഷവും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ടാണല്ലോ, ഓർത്തിരിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നോക്കൂ, ഇതുപോലെ പൗലോസ് അപ്പോസ്തലൻ അവരുടെ അടുക്കൽ വരുമ്പോൾ അവർക്ക് ദൈവദാസനെ ശുശ്രൂഷിക്കാൻ എത്ര ശുശ്രൂഷിച്ചാലും മതി വരത്തില്ല. ആമേൻ. അതിനുള്ള ഒരു അവസരം കൂടെ കിട്ടുകയാണ്. അപ്പോൾ ആ സന്തോഷം, ആ ആനന്ദം, ആ സന്തോഷ വർധനവ് അവർക്ക് ഉണ്ടാകും. ഇതുപോലെ പാദം കഴുകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ബഹുമാന്യരായ ദൈവം ഉപയോഗിക്കുന്ന, നമ്മുടെ ആത്മീയ അനുഗ്രഹത്തിന് വേണ്ടി, അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗിച്ച ദൈവദാസന്മാരെ ഏത് വിധത്തിൽ ശുശ്രൂഷിച്ചാലും, അവരെ ആമേൻ ആത്മീയമായി ആമേൻ ഏതു വിധത്തിൽ ശുശ്രൂഷിച്ചാലും, ഞാൻ ഏതു വിധത്തിൽ ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ദുർവ്യാഖ്യാനം ചെയ്യരുത്. ആത്മീയ ചിന്താഗതിയിൽ നിന്നുകൊണ്ട്, വിശുദ്ധിയുടെ ചിന്താഗതിയിൽ നിന്നുകൊണ്ട്, ദൈവവചന വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ഏതു വിധത്തിൽ ശുശ്രൂഷിച്ചാലും അത് നമുക്കും തലമുറകൾക്കും അനുഗ്രഹമായി തീരും. അത് ഫിലിപ്പിയർക്ക് സന്തോഷവർദ്ധനവിന് കാരണമായി തീരുമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പ്രസ്താവിക്കുകയാണ്. എൻ്റെ വരവിനാൽ നിങ്ങൾക്ക് സന്തോഷത്തിന്റെ വർധനവിന് കാരണമായി തീരും, പ്രശംസ വർദ്ധിപ്പാൻ, സന്തോഷവർദ്ധനയ്ക്ക് കാരണമായി തീരും. ഇവിടെ പൗലോസ് പറയുന്ന ചില വാക്കുകൾ എപ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. പൗലോസിന്റെ ഓരോ വാക്കുകളും പ്രാധാന്യമുള്ളതാണ്. ഇൻ ജീസസ് ക്രൈസ്റ്റ്, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് പൗലോസ് ഇതെല്ലാം പറയുമ്പോഴും അതിനകത്ത് യേശുവിനെ പിടിക്കുകയാണ്, യേശുവിനെ ഇതിനിടയിൽ നിർത്തുകയാണ്, യേശുവിനെ അതുമായി ബന്ധപ്പെടുത്തുകയാണ്. ആമേൻ. എന്ന് പറഞ്ഞാൽ ഞാൻ ആകുന്നത് കൃപയാലാകുന്നു, യേശുവിനല്ലാതെ എനിക്ക് ഒരു സ്ഥാനവുമില്ല. ആമേൻ. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് യേശുവില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്ന് നിങ്ങൾക്ക് സന്തോഷവർദ്ധന ഉണ്ടായാൽ അതിന്റെ കാരണക്കാരൻ യേശു കർത്താവാണ്. എനിക്കല്ലാതെ ഒന്നും പറയാനില്ല. ഹല്ലേലൂയ. നാം ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മയ്ക്കും കാരണം കർത്താവായ യേശു ക്രിസ്തുവാണ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്ക് അത് തിരിച്ചറിയാനായിട്ട് കഴിയണം. ലോകം മുഴുവനും അനുഭവിക്കുന്ന സംസ്കാരത്തിന്റെ, ഉയർന്ന സംസ്കാരത്തിന്റെ കാരണം യേശു ക്രിസ്തുവാണ്. സംശയമുണ്ടോ? ഹല്ലേലൂയ. സുവിശേഷം, ക്രിസ്തുവിന്റെ നാമം പ്രതി യേശുവിന്റെ സുവിശേഷം എവിടെല്ലാം എത്തിച്ചേർന്നു അവിടെയൊക്കെ മാറ്റങ്ങൾ അത് വരുത്തുവാനിടയായി. അത് ക്രൈസ്തവരുടെ ഇടയിൽ മാത്രമല്ല, അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് വന്ന, കൺവേർട്ട് ചെയ്ത, മാനസാന്തരപ്പെട്ട ക്രിസ്ത്യാനികളായി തീർന്നവരുടെ ഇടയിൽ മാത്രമല്ല, എല്ലായിടങ്ങളിലും എല്ലായിടത്തും യേശുവിന്റെ സുവിശേഷം എവിടെയൊക്കെ ചെന്നോ അവിടെ എല്ലാം അഭിവൃദ്ധി ഉണ്ടായിട്ടുണ്ട്, സംസ്കാര മേന്മയുണ്ടായിട്ടുണ്ട്, വിദ്യാഭ്യാസം ഉണ്ടായിട്ടുണ്ട്, സ്വതന്ത്ര ചിന്താഗതി ഉണ്ടായിട്ടുണ്ട്, അന്ധവിശ്വാസങ്ങൾ മാറിയിട്ടുണ്ട്. ആമേൻ. ഉയർന്നു ചിന്തിക്കാൻ, പരിഷ്കൃത മനുഷ്യനെ പോലെ ചിന്തിക്കാൻ അത് പ്രേരിപ്പിച്ചിട്ടുണ്ട്. വസ്ത്രം ധരിക്കാൻ ആമേൻ മടിച്ചിരുന്ന ആ രീതിയിൽ, അതാണ് ശ്രേഷ്ഠ സംസ്കാരം എന്ന് ചിന്തിച്ചിരുന്നതിന് മാറ്റം വരുത്തിയത് ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. പക്ഷെ ഇന്ന് ഈ ചരിത്രമെല്ലാം മറന്നിട്ടാണ് ആമേൻ ക്രിസ്തുവിനെതിരെ, സുവിശേഷത്തിനെതിരെ പലരും പടയൊരുക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ലോകത്തിൽ കർത്താവിന്റെ വരവിനോടടുത്ത് നടക്കേണ്ട സംഭവങ്ങൾ തന്നെയാണ്. പക്ഷേ യേശുവിന്റെ സുവിശേഷം ലോകത്തിന് വരുത്തിയ മാറ്റത്തെ മാറ്റി നിർത്തിക്കൊണ്ടൊരു ചരിത്രം ആർക്കും പറയാനായിട്ട് കഴിയത്തില്ല, ലോകത്തിന് ഒരിടത്തും കഴിയത്തില്ല. ഹല്ലേലൂയ. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നതെല്ലാം ഈ ക്രിസ്തു യേശുവിൽ. ഹല്ലേലൂയ. ആ വാക്ക് നോക്കുക. നിങ്ങൾക്കുള്ള പ്രശംസ ക്രിസ്തു യേശുവിൽ വർദ്ധിപ്പാൻ, നിങ്ങൾക്ക് എന്നെ കുറിച്ചുള്ള സന്തോഷം ക്രിസ്തു യേശുവിൽ വർദ്ധിക്കാൻ കാരണമായി തീരും. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങനെ പറയാവും. യേശു ക്രിസ്തു മുഖാന്തരം, ക്രിസ്തു നിമിത്തം, ക്രിസ്തുവിൽ. ഹല്ലേലൂയ. കർത്താവ് അനുവദിച്ചാൽ, കർത്താവിന്റെ കൃപയാൽ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതൊരിക്കലും മറന്നു പോകരുത്. എല്ലാറ്റിന്റെയും നടുവിൽ ക്രിസ്തു ഉണ്ടായിരിക്കട്ടെ. ജീവിതത്തിന്റെ, ചിന്തയുടെ, ആമേൻ, നമ്മുടെ സംഭാഷണങ്ങളുടെ എല്ലാം മധ്യത്തിൽ ക്രിസ്തു ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ വീണ്ടും വരുന്നതിനാൽ, എന്താ വീണ്ടും വരുന്നതിനാൽ എന്ന് പറയാൻ കാരണം? ഹല്ലേലൂയ. ആമേൻ. നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുന്നതിനാൽ, ആമേൻ. കമ്മിങ് അഗൈൻ, കമ്മിങ് ടു യു അഗൈൻ, മടങ്ങി വരുന്നതിനാൽ, കമ്മിങ് അഗൈൻ, വീണ്ടും വരുന്നതിനാൽ. പൗലോസ് ഇവിടെ ഫസ്റ്റ് വിസിറ്റ് ചെയ്തപ്പോ ആമേൻ എന്താ സംഭവിച്ചത്? ഫസ്റ്റ് വിസിറ്റ് ഫിലിപ്പിയരെ നടത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? അദ്ദേഹം അവിടെ ആമേൻ തനിക്ക് അവരുടെ സന്തോഷം, യഥാർത്ഥ സന്തോഷം അവർ കണ്ടെത്താൻ അത് കാരണമായി, അല്ലെ? യഥാർത്ഥ ആനന്ദം കണ്ടെത്താൻ കാരണമായി. എങ്ങനെ? സുവിശേഷം മുഖാന്തരം. ഹല്ലേലൂയ. യഥാർത്ഥ സന്തോഷം, ശരിയായ സന്തോഷം സുവിശേഷത്തിൽ മാത്രമാണ്. ബാക്കിയെല്ലാം നശിക്കുന്ന, താൽക്കാലിക നാശം വിതയ്ക്കുന്ന സന്തോഷമാണ്, അല്ലെ? ലോകത്തിന്റെ മറ്റെല്ലാ സന്തോഷങ്ങളും താൽക്കാലികമാണ്. വെള്ളത്തിന്റെ കുമിള പോലെയാണ്, ഒരു മിന്നൽ പോലെ മാറിപ്പോകും നിമിഷങ്ങൾ കൊണ്ട്. ഇറ്റ് വിൽ ഡിസപ്പിയർ ഇൻ എ മൊമെന്റ്. ഓൾ അതർ ജോയ്, ഓൾ അതർ luxuries will disappear.
ഹാലിലൂയ. ഇറ്റ് കനോട്ട് ഗീവ് an eternal happiness. ഹാലിലൂയ. നിത്യമായ സന്തോഷം തരാൻ അതിനൊന്നിനും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. മദ്യവും മയക്കുമരുന്നും മറ്റ് എന്ത് പാപ സ്വഭാവം അല്ലെങ്കിൽ സുഖഭോഗങ്ങൾക്കൊന്നിനും നിത്യസന്തോഷം തരാൻ പറ്റത്തില്ല. പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയരുടെ അടുക്കൽ ആദ്യം എത്തിയപ്പോൾ അവർക്ക് ആ യഥാർത്ഥമായ ദ റിയൽ ജോയ്, ദ ട്രൂ ജോയ്, സത്യമായ യഥാർത്ഥമായ സന്തോഷം they found in Christ Jesus. Hallelujah. Praise the Lord. Amen. യേശുവിലുള്ള സന്തോഷം മറ്റൊന്നും കൊണ്ട് കിട്ടുന്നതല്ല, അല്ലെ? ഹാലലൂയ. നമ്മുടെ നാട്ടിലൊക്കെ പലരും പറയുന്ന കാര്യമുണ്ട്, ഈ പണം കൊടുത്ത് മതം മാറ്റുന്നു എന്നുള്ളത്. സ്തോത്രം. എൻ്റെ രക്ഷിക്കപ്പെട്ട അനുഭവം മുതൽ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാനൊരു ശുശ്രൂഷകനായി തീർന്നതിന് ശേഷം ഒരു പാസ്റ്ററോ അല്ലെങ്കിൽ സുവിശേഷകനോ ദൈവവചനം പഠിപ്പിക്കാനൊക്കെ പലയിടത്തും പോകുമ്പോൾ അതിന് പ്രതിഫലമായോ യാത്രാക്കൂലിയായോ ആ സ്നേഹ ബഹുമാനങ്ങൾ കൊണ്ട് ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശുശ്രൂഷിക്കുന്ന ഈ ദൈവസഭയിൽ നിന്നും ശുശ്രൂഷയെ ബഹുമാനിച്ചുകൊണ്ട് എനിക്ക് ഒരു പ്രതിഫലം അല്ലെങ്കിൽ ഭൗതികമായ സാമ്പത്തികമായ നന്മ തരുന്നുണ്ട്. മറ്റു പല ഭൗതിക നന്മകളും തരുന്നുണ്ട്. ഞാൻ പറയാറുണ്ട്, ഞാൻ ധരിക്കുന്ന മിക്കവാറും വസ്ത്രങ്ങൾ പോലും ദൈവമക്കൾ തരുന്ന ഗിഫ്റ്റാണ്, സമ്മാനമാണ്. അങ്ങനെ സ്വീകരിക്കാറുണ്ട്. പക്ഷേ ഞാൻ ശുശ്രൂഷകനാകുന്നതിന് മുൻപുള്ള സമയത്ത് എൻ്റെ അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങോട്ടല്ല പൈസ തന്നിട്ടുള്ളത്, അങ്ങോട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഹല്ലേലൂയ. ഇത് ശുശ്രൂഷയിൽ ആയിരിക്കാത്ത അല്ലെങ്കിൽ ഈ പൂർണ്ണ സമയ സുവിശേഷ ശുശ്രൂഷയിലായിരിക്കാത്ത എല്ലാവരുടെയും അനുഭവമാണ്. ഏത് സഭയിൽ നമ്മൾ പോയാൽ അങ്ങോട്ട് കൊടുക്കാനാ പറയുന്നത്, അല്ലാതെ ഇങ്ങോട്ട് തന്നല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെ ഒരു പരിപാടി പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. പല രാജ്യങ്ങളിൽ നിന്നും പൈസ വരുത്തി കൊടുക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഈ വിദേശ സഹായമൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ സുവിശേഷീകരണം നിർത്തൽ ചെയ്യാമെന്നൊക്കെ ചിലർ മിഥ്യാധരിച്ചിരിക്കുകയാണ്. വെറും തെറ്റിദ്ധാരണയാണ്. കാരണം പലരും യേശുവിനെ കണ്ടുമുട്ടുമ്പോൾ മുതൽ അങ്ങോട്ടാണ് പൈസ കൊടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ടാണ് തങ്ങളുടെ, പണ്ട് കാലത്ത് ഇങ്ങനെയൊന്നും അല്ല. അരി മുതൽ ജീരകം വരെയുള്ളതിന്റെ ദശാംശം കൊടുക്കുമായിരുന്നു. ഞങ്ങളൊക്കെ വിശ്വാസി വന്ന സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ അമ്മ ഒരു കലം മാറ്റി വെച്ചിട്ടുണ്ട് പിടിയരി ഇടാനായിട്ട്. ഓരോ തവണ വീട്ടിൽ കഞ്ഞി വെക്കുമ്പോഴും അതിൽ നിന്ന് ഒരു പിടി, കൈകൊണ്ട് ഒരു പിടി അരി എടുത്ത് ആ കലത്തിലേക്ക്, കുടത്തിലേക്ക് മാറ്റിയിടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇത് പല ദിവസങ്ങൾ, എല്ലാ ദിവസവും ഒരേ ടൈപ്പ് അരിയല്ലല്ലോ. ചില ദിവസങ്ങൾ മട്ട അല്ലെങ്കിൽ ചമ്പാവരി ആയിരിക്കും, ചില ദിവസങ്ങളിൽ ജയ അരി അല്ലെങ്കിൽ അതുപോലുള്ള അരി ആയിരിക്കും, പിന്നെ ചില ദിവസങ്ങളിൽ റേഷൻ കടയിൽ നിന്നുള്ള റേഷൻ അരി ആയിരിക്കും. ഇങ്ങനെ പല ടൈപ്പ്. ഇതെല്ലാം കൂടെ പിടി ആയിട്ടാണ് ഇടുന്നത്. ഇത് എവിടെ കൊണ്ടുവയ്ക്കും? മേശയുടെ അടിയിൽ കൊണ്ടുവയ്ക്കും സഭായോഗത്തിന്, സൺഡേയിൽ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോ ആ ദൈവദാസൻ അല്ലെങ്കിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസൻ ഇങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള അരി വെച്ച് കഞ്ഞി വെച്ച് ചോറ് കഴിക്കും എന്നുള്ള ആ ആശയത്തിൽ അല്ല ചിന്തിക്കേണ്ടത്. അദ്ദേഹം അത് ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുത്തും. എനിവേ, പിന്നീട് അതിനെക്കുറിച്ചൊക്കെ സാമാന്യ ബോധം വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ വ്യത്യാസമായ അരിയാണെങ്കിൽ മാറ്റിയിടാനൊക്കെ പിന്നെ തുടങ്ങി. എനിവേ, ഇങ്ങനെ ഉറപ്പിച്ചത്, അങ്ങനെ വീട്ടിലുണ്ടായ ആട് പ്രസവിച്ചാൽ അതിന്റെ ആദ്യത്തെ കുട്ടി, വീട്ടിൽ പച്ചക്കറി ഉണ്ടായാൽ അതിൽ നിന്ന് ആദ്യത്തെ ഫലം, 10 വാഴ വച്ചാൽ അതിലെ ആദ്യത്തെ ഉണ്ടാകുന്ന വാഴക്കുല, തേങ്ങ ഇടുമ്പോഴേക്കും അതിൽ നിന്ന് കിട്ടുന്നതിന്റെ ദശാംശം, ഇതൊക്കെ അങ്ങോട്ട് കൊടുത്താണ് ദൈവമക്കൾ കർത്താവിനെ ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങോട്ട് പൈസ കൊടുത്തല്ല മതം മാറ്റിയത് എന്നുള്ളത് പലർക്കും അറിയത്തില്ല. അവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എനിവേ, പൗലോസ് അപ്പോസ്തലൻ ഇതുപോലെ അവരുടെ അടുക്കൽ ആദ്യം ചെന്നപ്പോൾ അവർക്ക് ക്രിസ്തുവിനുള്ള യഥാർത്ഥ സന്തോഷമുണ്ടായി. ഹല്ലേലൂയ. ഇതെല്ലാം കൊടുക്കുന്നത് നിർബന്ധം കൊണ്ടല്ല, സന്തോഷം കൊണ്ടാ. നിർബന്ധം കൊണ്ട് കൊടുത്താൽ അതിനൊന്നും അധികം ആയുസ് ഉണ്ടാകത്തില്ല, അല്ലെ? അങ്ങനെ നിർബന്ധിച്ച് ആരെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവസരം വരുമ്പോൾ അവരെല്ലാം മടങ്ങിപ്പോകും. പക്ഷേ സന്തോഷം മനസ്സിലാക്കി ക്രിസ്തുവിലേക്ക് വന്നവർക്ക് ജീവൻ പോയാലും പിന്നെ കർത്താവിനെ വിട്ടുപിരിയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ അകത്ത് നിറഞ്ഞിരിക്കുന്ന ദൈവസ്നേഹം യഥാർത്ഥമാണെങ്കിൽ ഒരിക്കലും നാം ഒരടി പിന്നോട്ട് പോകത്തില്ല. ഓരോ നിമിഷവും കർത്താവിനെ ഹല്ലേലൂയ സ്നേഹിച്ച് സേവിച്ച് നാം മുന്നോട്ട് പോകത്തേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. എനിവേ, ഞാൻ മടങ്ങി വരട്ടെ. അപ്പോൾ പൗലോസ് അപ്പോസ്തലന്റെ ആദ്യത്തെ യാത്ര അവരുടെ അടുക്കലേക്ക് ചെന്നത് അവർ യഥാർത്ഥ സന്തോഷം, സുവിശേഷത്താലുള്ള സന്തോഷം കണ്ടെത്തുവാൻ കാരണമായി തീരുന്നു. അപ്പോൾ വീണ്ടും വരുമ്പോൾ ആ സന്തോഷം, ഓൾറെഡി നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ സന്തോഷം വർദ്ധിക്കും എന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. ഹല്ലേലൂയ. ഇനി 27-ാമത്തെ വാക്യത്തിലേക്ക് കടക്കുമ്പോൾ ഇതുവരെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായ വിഷയത്തിലേക്ക് പൗലോസ് അപ്പോസ്തലൻ പ്രവേശിക്കുകയാണ്. കണക്റ്റഡ് ആണ്, പക്ഷെ വിഷയം അല്പം വ്യത്യാസമാണ്.
27 വാക്യം. ഹല്ലേലൂയ. നമുക്ക് നോക്കാം. ഞാൻ നിങ്ങളെ വന്നു കണ്ടിട്ടോ, ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു എന്ന് ഗ്രഹിക്കേണ്ടതിന് ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമാം വണ്ണം മാത്രം നടപ്പിൻ. പ്രൈസ് ദി ലോർഡ്. ഇതുവരെ തന്റെ വിമോചനം, താൻ അവരുടെ അടുക്കൽ മടങ്ങി വരുന്നത്, താൻ വരുമ്പോഴുണ്ടാകുന്ന അത് നിമിത്തം ഉണ്ടാകുന്ന അനുഗ്രഹം, അഭിവൃദ്ധി, തന്റെ വിമോചനം ഉണ്ടായാൽ അത് ദൈവസഭകൾക്കുണ്ടാകുന്ന അഭിവൃദ്ധി, ദൈവരാജ്യത്തിനുണ്ടാകുന്ന അഭിവൃദ്ധി, ഇതൊക്കെ ദീർഘമായ വാക്കുകളിലൂടെ പറഞ്ഞിട്ട് പൗലോസ് അപ്പോസ്തലൻ മറ്റൊരു വിഷയത്തിലേക്ക് പതിയെ അതിൽ നിന്ന് അതിനെ പശ്ചാത്തലമാക്കി ഷിഫ്റ്റ് ചെയ്യുകയാണ്, വേറൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഹല്ലേലൂയ. അത് ഇതുവരെ പറഞ്ഞതിന്റെ ഒരു കണക്ഷന് വേണ്ടി പറയുകയാണ്. ഞാൻ നിങ്ങളെ വന്ന് കണ്ടിട്ടോ, ഞാൻ വന്ന് കാണും, നീ വന്ന് കണ്ടിട്ടോ, അല്ല ഇനി ദൂരത്തിരുന്ന്, ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയാലും അങ്ങോട്ട് ഉടനെ ഒന്നും വന്നില്ലെങ്കിൽ, ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയാലും ഉടനെ ഒന്നും അങ്ങോട്ട് വന്നില്ലെങ്കിൽ, ഇനി അഥവാ ഈ ജയിലിൽ തന്നെ കുറെ കാലം തുടർന്നാലും ദൂരത്തിരുന്ന് നിങ്ങളുടെ അവസ്ഥ കേട്ടിട്ടോ, ഞാൻ നിങ്ങളെ വന്ന് കാണുമ്പോൾ നിങ്ങളുടെ അവസ്ഥ കാണും. ഇല്ല, ഞാൻ ദൂരത്തിരിക്കുന്നെങ്കിൽ ആരെങ്കിലും ഒക്കെ മുഖാന്തരം ഞാൻ നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് കേൾക്കും. അങ്ങനെ കേട്ടിട്ടോ, ആ കേൾക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കണം, ഞാൻ നിങ്ങളെക്കുറിച്ച് എന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഏത് വിധത്തിലായിരിക്കണം, അതാണ് അടുത്ത് പറയുന്നത്. ഹല്ലേലൂയ. ഇത് പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയ സഭയെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന്റെ മനോഭാവത്തിലാണ്. ദൈവം നമ്മെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നു എന്നുള്ളത് ഇവിടെ പ്രതിഫലിക്കുകയാണ്, ഈ വാക്കുകളിലൂടെ പ്രതിഫലിക്കുകയാണ്. അത് നമുക്ക് നോക്കാം. എന്തൊക്കെയാ പൗലോസ് അപ്പോസ്തലൻ അവരുടെ അടുക്കൽ വന്നിട്ടോ അല്ലെങ്കിൽ അവരുടെ വാർത്ത കേൾക്കുമ്പോഴോ എന്താണ് അവരെക്കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ അത് ഇല്ല എന്നല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം കേൾക്കാൻ, ഇനിയും തുടർന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ഹല്ലേലൂയ. ആമേൻ. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു പദം ഇങ്ങനെയാണ്: നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ ഏക മനസ്സോടെ. രണ്ട് വാക്കുകൾ ശ്രദ്ധിച്ചോ: ഏകാത്മാവ്, ഏക മനസ്സ്. ഹല്ലേലൂയ. രണ്ട് അഭിപ്രായങ്ങൾ ഇവിടുത്തെ ഈ ഏകാത്മാവ് എന്ന് പറയുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. ചിലർ പറയുന്നു അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്, പരിശുദ്ധാത്മാവിൽ നിലനിന്ന് എന്നാണ് പറയുന്നത് എന്ന് ചില വ്യാഖ്യാതാക്കൾ ചിന്തിക്കുന്നു, ചില ദൈവവചനം പഠിക്കുന്ന ചിലർ. അതിന്റെ കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന സ്പിരിറ്റ് എന്നുള്ള, ന്യൂമ എന്നുള്ള പദം, അത് പരിശുദ്ധാത്മാവിനും നമ്മുടെ ആത്മാവിനും ഏതാത്മാവായാലും ആത്മാവ് എന്ന് പൊതുവിൽ പരിഭാഷ ചെയ്യാൻ പറ്റുന്ന പദമാണ്. ആത്മാവ് എന്ന് പരിഭാഷ ചെയ്യാൻ പറ്റുന്ന പദമാണ്. അപ്പോ അതുകൊണ്ടാണ് ഏകാത്മാവിൽ എന്ന് പറയുമ്പോൾ ഇത് അവര് ഒരേ ആത്മാവിൽ, അവരുടെ ആത്മാവിൽ ഒരേ ആത്മാവുള്ളവരായി നിൽക്കണമെന്നാണോ, അതോ പരിശുദ്ധാത്മാവ് എന്ന ഏകാത്മാവിൽ നിലനിൽക്കണമെന്നാണോ? അതിന് ഇത് ഞാൻ പറഞ്ഞത് ഒന്നാമത്തെ അഭിപ്രായം പരിശുദ്ധാത്മാവിൽ എന്നുള്ളതാണ്. രണ്ടാമത്തെ അഭിപ്രായം തൊട്ടു പുറകെ അതിനോട് ചേർത്ത് പറയുന്നത് ഏക മനസ്സോടെ എന്നുള്ളതാണ്. അപ്പോൾ സ്പിരിറ്റ് ആൻഡ് മൈൻഡ് എന്നുള്ളതിന് സൂക്കെ, സോൾ എന്നുള്ള പദം നമുക്ക് കാണുവാനായിട്ട്, അതിന് സമാനമായ പദം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോ ഈ രണ്ടാമത്തെ പദം ഉറപ്പായിട്ടും അവരുടെ സോളിനെ കുറിച്ച്, അവരുടെ മൈൻഡിനെ കുറിച്ച്, നിങ്ങൾ ഏക മനസ്സുള്ളവരായി നിൽക്കണം, ഏക മനസ്സുള്ളവരാകണം, ഐകമത്യപ്പെട്ട് ഒരേ മനസ്സ്, ഒരേ മനോഭാവം ഉള്ളവരായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആദ്യത്തേതും അതുമായി കണക്ട് ചെയ്താണ് ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഒരേ ആത്മാവിൽ. കാരണം പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായിട്ട് പറയുന്ന മനുഷ്യരിൽ 3 ഘടകങ്ങളുണ്ട് എന്നും അദ്ദേഹത്തിന്റെ ലേഖനങ്ങളിലുടനീളം അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്. ശരീരം, ദേഹി, ആത്മാവ്, ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്, ഓർ അതർ വേ, സ്പിരിറ്റ്, സോൾ ആൻഡ് ബോഡി. ആത്മാവ്, ദേഹി, ദേഹം, ഈ 3 ഘടകങ്ങൾ ഉണ്ട്. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ആത്മാവും നിങ്ങളുടെ ദേഹിയും ഒരുപോലെ ചിന്തിക്കണം, ഒരേ ഐക്യതയിൽ നിൽക്കണം, ഒരേ മനോഭാവത്തിൽ നിൽക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടിലേത് വിധത്തിൽ ചിന്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ
പ്രധാന ആശയം നിങ്ങൾ ഒരേ ആത്മാവിൽ നിലനിൽക്കണം, ഒരേ മനസ്സോടെ ചിന്തിക്കണം എന്നുള്ളതാണ്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇനി ഇവിടെ പറയുന്ന മറ്റു പദപ്രയോഗം ആമേൻ, വിശ്വാസത്തിനായി പോരാട്ടം കഴിക്കുന്നു, സ്ട്രൈവിംഗ് ടുഗദർ, പോരാട്ടം കഴിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. നമുക്ക് പല കാര്യങ്ങളിലും ആമേൻ, നമുക്ക് പല അഭിപ്രായങ്ങൾ പല വിഷയങ്ങളിലും ഉണ്ടാകും, അല്ലെ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചില വിഷയങ്ങൾ പറയുമ്പോഴേക്കും ആമേൻ 10 പേരുള്ളടത്ത് 100 അഭിപ്രായം എന്ന് ചിലപ്പോഴെങ്കിലും ഒക്കെ പറയാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒരു വിഷയം എടുത്തിട്ടാൽ ആ വിഷയത്തെക്കുറിച്ച് 10 പേർക്ക് അഭിപ്രായം പറയാൻ അവസരം കൊടുത്തു കഴിഞ്ഞാൽ ആമേൻ, എല്ലാവരും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറയും, അല്ലെ? ആമേൻ. ഈ ഒരു വാക്യം തന്നെ, വചനം തന്നെ എടുത്തിട്ട് നിങ്ങളൊന്ന് വ്യാഖ്യാനിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഓരോരുത്തരും അങ്ങോട്ട് വ്യാഖ്യാനിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ 500 പേജുള്ള ഒരു കമന്ററി ഈ ഒരു വാക്യത്തെ പ്രതി ഇത്രയും പേരുടെ വ്യാഖ്യാനം എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എഴുതാനായിട്ട് പറ്റും. അപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ എല്ലാ വിഷയത്തെക്കുറിച്ചും നമുക്ക് ഉണ്ടാകും. ഹല്ലേലൂയ. പക്ഷേ ആ അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അവിടെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ സ്തോത്രം, പൗലോസ് അപ്പോസ്തലൻ ഇവിടെ അവരെ ഉപദേശിച്ചിരിക്കുന്ന കാര്യം, ഈ കാര്യത്തിൽ നിങ്ങൾ ഒരു മനസ്സുള്ളവരായിരിക്കണം, ഒരേ മനസ്സോടെ നിങ്ങൾ പോരാട്ടം കഴിക്കണം, നിങ്ങൾ ഒരേ മനസ്സോടെ പോരാട്ടം കഴിക്കണം. There shall be different of opinion in many things, but here for this thing you should strive together. You should have same spirit and same soul in this matter. അതെന്താണ്? Strive together for the faith of the gospel. സുവിശേഷത്തിന്റെ വിശ്വാസത്തിന് വേണ്ടി ഒരു മനസ്സോടെ നിങ്ങൾ എന്ത് ചെയ്യണം? പോരാട്ടം കഴിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമുക്കറിയാം ആമേൻ, പല വിഷയങ്ങളിലും ആമേൻ, പല അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് സുവിശേഷത്തിന്റെ ഉപദേശ സംബന്ധമായ കാര്യങ്ങളിലൊക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പല കാര്യങ്ങളിലുമുള്ള പലരും ഉണ്ട്. പല ചിന്താഗതികൾ, പല പശ്ചാത്തലങ്ങളിലുള്ളവർ ഒക്കെ പല വിധത്തിലുണ്ട്. പക്ഷെ സുവിശേഷം എന്ന ആ സുവിശേഷീകരണം എന്ന ആ ലക്ഷ്യത്തിലേക്ക് വരുമ്പോൾ അവിടെ മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചിട്ട് ഒരുമിച്ച് നിന്ന് പോരാടണം, ഒരുമിച്ച് യുദ്ധം കഴിക്കണം. ഹല്ലേലൂയ. ഇപ്പോ കുറവാണ് എങ്കിലും ഞാനൊക്കെ വിശ്വാസത്തിൽ വന്ന് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന, ഇപ്പോഴും പ്രയോജനപ്പെടുന്നു. എന്നാൽ അന്ന് ഈ പൊതു സ്ഥലങ്ങളിലൊക്കെ പ്രസംഗിക്കാനൊക്കെ അവസരം കിട്ടുമ്പോൾ ചിലപ്പോൾ എന്നെ ഉൾപ്പെടെ പ്രസംഗിക്കാൻ വിളിച്ചിട്ടുള്ള ചില വേദികൾക്ക് അല്ലെങ്കിൽ കൺവെൻഷന് ഇട്ടിരിക്കുന്ന പേരാണ് ഐക്യ കൺവെൻഷൻ. ഈ ഐക്യ കൺവെൻഷൻ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ എന്തിക്കും, IPC, ഷാരോൻ, ചർച്ച് ഓഫ് ഗോഡ്, ഇങ്ങനെ പെന്തക്കോസ്തുകാരെല്ലാം കൂടെ ഐക്യമായി ചേർന്ന് നടത്തുന്ന കൺവെൻഷനാണ്. ഒരിക്കലും അത് അങ്ങനെ ഒരു ഐക്യ കൺവെൻഷൻ എന്നെ ഇതുവരെയും വിളിച്ചിട്ടില്ല. ഇനി ഉണ്ടാവുമെന്ന് എനിക്ക് അറിയത്തില്ല, നടക്കുമെന്ന് അറിയത്തില്ല. ഇനി ചിലപ്പോൾ സ്വർഗത്തിൽ ചെന്ന് പ്രസംഗിക്കാൻ അവിടെ പിന്നെ പ്രസംഗിക്കാൻ അവസരം ഉണ്ടാകത്തില്ലല്ലോ. എനിവേ, പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഐക്യ കൺവെൻഷൻ എന്താണെന്നറിയാവോ? ഒരു നാട്ടിൽ പ്രത്യേകിച്ച് സംഘടന വ്യത്യാസമൊന്നുമില്ലാത്ത ക്രിസ്ത്യാനി എന്ന ലേബലിൽ അറിയപ്പെടുന്ന എല്ലാവരുടെ ചേർന്ന്, അതിൽ മർത്തോമക്കാരുണ്ടാകും. ഇതുവരെ കത്തോലിക്കൻ അങ്ങനെ നേരിട്ട് വന്നിട്ടില്ല, അതൊഴികെ മർത്തോമക്കാര്, ഞങ്ങളുടെ നാട്ടിൽ യാക്കോബ ഓർത്തഡോക്സ് ഒക്കെ കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ മർത്തോമക്കാരെന്ന് പറയും. മർത്തോമക്കാരുണ്ട്. ഞാൻ മർത്തോമ ചർച്ചിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അവരുടെ യുവജന കൺവെൻഷനൊക്കെ EC ചർച്ചിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ഇവാഞ്ചലിക്കൽ ചർച്ചിൽ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. ചർച്ചിനകത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. അവരുടെ യുവജന കൺവെൻഷനൊക്കെ. അന്ന് യുവാവായിരുന്നു, ഇപ്പൊ മുടി നരച്ചതാ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ എന്നെ പ്രസംഗിക്കാൻ വിളിച്ചിട്ടുണ്ട് അവര്. സ്തോത്രം. എനിവേ, ഞാൻ ഉറപ്പിച്ചത് ഈ ഐക്യ കൺവെൻഷൻ എന്ന് പറയുന്നത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ, CSI, ഇവാഞ്ചലിക്കൽ, അതുപോലെ മർത്തോമ, ഇങ്ങനെ ഇവരൊക്കെ പലരും ചേർന്ന്, കൂട്ടത്തിൽ മറ്റു പെന്തക്കോസ്ത് സഭകളും ഒരുമിച്ച് ചേർന്ന് നടത്തുന്നതാണ്. ഇവര് മാത്രമല്ല, പെന്തക്കോസ്ത് സഭകൾ ഉൾപ്പെടെ അല്ലെങ്കിൽ അവിടെയുള്ള വിശ്വാസികൾ ഉൾപ്പെടെ ചേർന്ന് നടത്തുന്ന കൺവെൻഷൻ. അതിൽ ഒരു ദിവസം ഉദ്ഘാടനം ചെയ്യുന്നത് ചിലപ്പോൾ CSIയിലെ അച്ഛനായിരിക്കും. പ്രസംഗിക്കുന്നത് പാസ്റ്റർ പ്രേംകുമാർ, അല്ലെങ്കിൽ ബ്രദർ എന്നയാള് അങ്ങനെ പ്രസംഗിക്കുന്ന. ഇതിനകത്ത് ഞാൻ പറഞ്ഞത്, അവിടെ നമുക്ക് ഈ വിഷയങ്ങളെല്ലാം, നമ്മൾ പലരും ഈ പശ്ചാത്തലത്തിൽ നിന്ന് പുറത്തു വന്നവരാണ്. നമ്മുടെ സഭായോഗമോ അല്ലെങ്കിൽ അതുപോലുള്ള ശുശ്രൂഷകൾ, കർത്തൃമേശയോ അങ്ങനെയുള്ള വിവാഹ ശുശ്രൂഷകളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്ത് ആ രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ട് നിന്ന് തന്നെ നമ്മൾ ചെയ്യണം. പക്ഷെ ഒരു സമൂഹത്തെ
ഒരു സൊസൈറ്റിയിൽ നമ്മൾ നിൽക്കുമ്പോൾ, സുവിശേഷീകരണം എന്ന ലക്ഷ്യത്തെ പ്രതി നമ്മൾ ചെയ്യുമ്പോൾ, അവിടെ ഈ അഭിപ്രായ ഭിന്നതകൾ കൊണ്ട് തമ്മിലടിക്കാനുള്ള ഇടമല്ല എന്നുകൂടെ നാം മനസ്സിലാക്കണം. മാത്രമല്ല, നമുക്ക് മനുഷ്യരാരും ശത്രുക്കളല്ല. നമുക്ക് അവരുമായി ഒരു യുദ്ധവും ഇല്ല, അവരുമായി ഒരു പ്രശ്നവും ഇല്ല. ഹല്ലേലൂയ, ആമേൻ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. സ്തോത്രം. ഇപ്പോ അങ്ങനെയുള്ള ഐക്യതയും ഒക്കെ കുറഞ്ഞു വരികയാണ്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, ഈ ഐക്യത കൊണ്ടുവരാൻ വേണ്ടി കൂടെ ആയിരിക്കാം പലയിടത്തും ഇപ്പോൾ പല പ്രശ്നങ്ങളൊക്കെ നമ്മളെ നാട്ടിൽ ഉൾപ്പെടെ കേട്ടു തുടങ്ങിയിരിക്കുന്നത്. എനിവേ, ദൈവത്തിന്റെ അതിന്റെ പിന്നിലെ പദ്ധതികൾ എന്തുമായിക്കൊള്ളട്ടെ. ഞാൻ ഓർപ്പിച്ചത്, ആമേൻ, സുവിശേഷീകരണം എന്നുള്ള വിഷയം വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. നേപ്പാളിൽ ഞാൻ 1-2 തവണ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ പല ദൈവദാസന്മാരുടെയും അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ, ആമേൻ, ആദ്യമായിട്ട് ആമേൻ, ഇപ്പോൾ ഞങ്ങളോട് ഖത്തറിലായിരുന്ന ഒരു മലയാളി സഹോദരൻ, അദ്ദേഹത്തിന്റെ പപ്പ നേപ്പാളിലെ ആദ്യത്തെ പെന്തക്കോസ്റ്റ് മിഷണറിയാണ്. കോട്ടയത്ത് നിന്ന് അദ്ദേഹം പോകുമ്പോൾ, അദ്ദേഹം പോകുന്ന ആദ്യത്തെ നേപ്പാളിലെ ആദ്യത്തെ പെന്തക്കോസ്റ്റ് മിഷണറി, ആമേൻ, കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ പെന്തക്കോസ്റ്റ് മിഷണറി ഈ ജോസഫ് എന്ന പാസ്റ്ററാണ്, ജോസഫ് പാസ്റ്റർ. അദ്ദേഹത്തിന്റെ മകൻ ആനന്ദ് ജോസഫ് ഇപ്പൊ അയർലൻഡിനോട് ഖത്തറിൽ ഞങ്ങളോട് ഒരുമിച്ച് കുറെ കാലം ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അവിടേക്ക് പോകുന്ന കാലത്ത്, സുവിശേഷീകരണ ആത്മാവുമായി അവിടേക്ക് പോകുന്ന കാലത്ത്, അന്ന് നേപ്പാളിൽ ഒരു ഫിസിക്കലായി ഒരു ലഘുലേഖ പോലും കൊണ്ടുപോകാൻ പെർമിഷൻ ഇല്ലായിരുന്നു, അനുവാദമില്ലായിരുന്നു. അങ്ങനെ പോയി കഴിഞ്ഞാൽ അവരെ അറസ്റ്റ് ചെയ്യും, അവരെ ജയിലിലടയ്ക്കും, നാട് കടത്തുകയോ അല്ലെങ്കിൽ മറ്റ് ശിക്ഷകളൊക്കെ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഒരു ബൈബിൾ കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാലം. ഹല്ലേലൂയ. ആ കാലത്ത് പോയ കാര്യമായി ഞാൻ പറയുന്നത്. ഒരുപാട് കാലമൊന്നും ആയിട്ടില്ല, 10-30 വർഷം പുറകിലേക്ക്, 35 വർഷം പുറകിലേക്ക് പോകുമ്പോൾ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ആമേൻ. അപ്പൊ അന്ന് ഈ ദൈവദാസൻ പോകുമ്പോൾ, ഞാൻ പറയുന്നത് ആദ്യത്തെ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ പെന്തക്കോസ്റ്റ് മിഷണറിയാണ് ഈ ജോസഫ് പാസ്റ്റർ എന്ന്. അദ്ദേഹം പോയത് ഒറ്റയ്ക്കല്ല, അദ്ദേഹത്തിന്റെ കൂടെ 2 സുവിശേഷകർ കൂടെ ഉണ്ടായിരുന്നു. അതിലൊരാള് ഒരു മർത്തോമയിലെ ഉപദേശിയാണ്, മറ്റൊരാള് ഒരു മർത്തോമക്കാരനാണ്, പക്ഷെ ടീച്ചറാണ്, സ്കൂൾ അധ്യാപകനാണ്. അങ്ങനെ ഇവര് 3 പേരുമായിട്ടാണ് ആദ്യമായിട്ട് അവിടെ പോവുകയും കാഠ്മണ്ഡുവിൽ പാർലമെന്റിന്റെ നേരെ എതിർഭാഗത്ത് അല്പ വസ്തുവൊക്കെ മേടിച്ച് അവിടെ കൂടി വരവ് ആരംഭിക്കുകയൊക്കെ ചെയ്തു. പിന്നീട് അവര് ഈ ദൈവദാസനെ അവിടുത്തെ ശുശ്രൂഷകളെ ഏൽപ്പിച്ചിട്ട് അവര് മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ മൂവ് ചെയ്തു. ഞാൻ പറഞ്ഞത് അന്ന് മിഷണറിമാരായി കടന്നുപോയവരുടെ കാര്യമാണ്. 2 മാർത്തോമക്കാരും ഒരു പെന്തക്കോസ്തുകാരും ഒരുമിച്ച് ചേർന്ന് മിഷണറി ആയിട്ട് പോയി. ഇന്ന് അവിടെ നേപ്പാളിൽ ഈ ജോസഫ് പാസ്റ്റർ മരിച്ചുപോയി. അദ്ദേഹം വളർത്തിയെടുത്ത ശുശ്രൂഷകർ ഉൾപ്പെടെ, കേരളത്തിലുള്ള ജോൺ പുനലൂർ എന്നറിയപ്പെടുന്ന പാസ്റ്റർ ഉൾപ്പെടെ ഒരുപാട് സഭകൾ അത് നിമിത്തമുണ്ടായി. ഹല്ലേലൂയ. ഞാൻ ഉറപ്പിച്ചത്, സുവിശേഷീകരണത്തിന് വേണ്ടി പോരാട്ടം കഴിക്കാൻ അങ്ങനെ മുൻകാലങ്ങളിൽ പലരും ഇറങ്ങിത്തിരിച്ചത് കൊണ്ടാണ് നമുക്കിന്ന് ഇത്രയെങ്കിലുമൊക്കെ സ്വതന്ത്രമായിട്ടൊക്കെ പ്രസംഗിക്കാനൊക്കെ അവസരം കിട്ടുന്നത്. ആമേൻ. ഞാൻ പറയുന്ന ആശയത്തെ അതേ രീതിയിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് കഴിയട്ടെ. നമുക്ക് പല വിഷയങ്ങളിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും, പക്ഷേ സുവിശേഷീകരണം, സുവിശേഷത്തിന്റെ വിശ്വാസം, ആ വിഷയം വരുമ്പോൾ നമ്മൾ ഒരുമിച്ച് പോരാടുന്നവരായിരിക്കണം, ഒരുമിച്ച് കർത്താവിനായിട്ട് നിലകൊള്ളുന്നവരായിരിക്കണം. ഇതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ആമേൻ രേഖപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഇനി 27-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നു, നിങ്ങളുടെ എതിരാളികളാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഭയപ്പെട്ടു പോകരുത് എന്നുകൂടെ നമുക്ക് കാണുന്നു. ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങിപ്പോകാതെ, ഇൻ നത്തിങ് ടെറിഫൈഡ് ബൈ യുവർ അഡ്വേഴ്സറീസ്. ഹല്ലേലൂയ. എതിരാളികളാൽ ഇൻ നത്തിങ്, ഒന്നിലും കുലുങ്ങിപ്പോകാതെ, ഒന്നിലും. ഹല്ലേലൂയ. അപ്പൊ പ്രതികൂലങ്ങൾ എല്ലാ കാലത്തുമുണ്ട്, വെല്ലുവിളികൾ എല്ലാ കാലത്തുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യരുത്, കുലുങ്ങിപ്പോകരുത്. പൗലോസിന്റെ തന്നെ അനുഭവം എന്താ? ഫിലിപ്പിയ പട്ടണത്തിലെ അനുഭവം എന്താ? അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിൽ ആദ്യമായി യൂറോപ്പിലേക്ക് മാസിഡോണിയൻ വിഷൻ, മക്കതോന്യക്കാരനായ ഒരു പുരുഷൻ നിന്ന് ഞങ്ങളെ വന്ന് സഹായിക്കണമെന്നുള്ള സ്വപ്നം, ദർശനം കണ്ടിട്ട് പോയതാണ്. അവിടെ ചെന്നപ്പോൾ ആദ്യത്തെ അനുഭവം എന്താണ്? പൗലോസും ശീലാസും they were brutally persecuted and imprisoned. ശരീരം മുഴുവനും അടിയേറ്റു, മുറിവേറ്റു, വസ്ത്രം വലിച്ചു കീറി അവരെ നഗ്നരായി വലിച്ചിഴച്ചു കൊണ്ടുപോയാണ് ജയിലിലടച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പൗലോസ് ഫിലിപ്പിയ പട്ടണത്തിൽ ആദ്യം ചെന്നപ്പോഴുണ്ടായ അനുഭവം നല്ല സുഖമുള്ള അനുഭവമല്ല, വേദനിപ്പിക്കുന്ന, ശരീരമാസകലം അടിയേറ്റ് മുറിവേറ്റ് നഗ്നനാക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട്, സ്തോത്രം, ജയിലിൽ
ആമത്തിൽ കൈയും കാലും ബന്ധിച്ച് പൂട്ടി ജയിലിലടയ്ക്കപ്പെട്ട അനുഭവമാണ് ഹല്ലേലൂയ തനിക്ക് അവിടെ ആദ്യത്തെ യാത്രയിൽ ഓർമ്മയിലുള്ളത്. ആമേൻ. അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ദൈവജനം എന്തുമാത്രം ഉപദ്രവങ്ങൾ സഹിച്ചിട്ടുണ്ടാകും, വേദനകൾ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടാകും. അവരും ആമേൻ സമാനമോ ഒരുപക്ഷെ ആമേൻ വ്യത്യസ്തമായ ഉപദ്രവങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ഉണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. ആമേൻ. ഈ അഡ്വേഴ്സറീസ് എന്ന് പറയുമ്പോഴേക്കും ഹല്ലേലൂയ അതിനകത്ത് പല എതിരാളികളുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏതൊക്കെ അഡ്വേഴ്സറീസ്? ആമേൻ. സൈറ്റാന്റെ അഡ്വേഴ്സറിയാണ്. ഹല്ലേലൂയ. ഒരു എതിരാളിയാണ് സാത്താൻ. പ്രൈസ് ദി ലോർഡ്. സാത്താൻ നിങ്ങളെ പിന്തിരിപ്പിക്കരുത്. നോട്ട് ബൈ സൈറ്റാൻ. യു ഷുഡ് നോട്ട് ബി ടെറിഫൈഡ് ബൈ സൈറ്റാൻ, ദി ഗ്രേറ്റസ്റ്റ് അഡ്വേഴ്സറി. വലിയ ആമേൻ എതിരാളിയായ സാത്താനാൽ നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. അലർന്ന സിംഹം എന്ന പോലെ പ്രൈസ് ദി ലോർഡ് ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് ചുറ്റി നടക്കുന്ന സാത്താൻ നിങ്ങളെ പേടിപ്പിക്കരുത്. ആമേൻ. കാരണം എന്താ? ഫോർ ക്രൈസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ഹി. അവനേക്കാൾ വലിയ ക്രിസ്തു, ലോകത്തിലുള്ളവനേക്കാൾ വലിയവൻ നിങ്ങളിൽ ഉണ്ട്. നോർ ബൈ ദ വേൾഡ് വിച്ച് ക്രൈസ്റ്റ് ഹാസ് ഓവർകം. ലോകം നിങ്ങളെ പേടിപ്പിക്കരുത്. കാരണം എന്താ? ലോകത്തെ ജയിച്ച ക്രിസ്തു നിങ്ങളോടൊപ്പമുണ്ട്. നോർ ബൈ ഫോൾസ് ടീച്ചേഴ്സ്. ആമേൻ. ദുരുപദേശകർ, ആട്ടിൻ തോലിട്ട ചെന്നായ്ക്കളെ പോലുള്ള ദുരുപദേശകർ നിങ്ങളെ പേടിപ്പിക്കരുത്. നോർ ബൈ വയലന്റ് പെർസിക്യൂട്ടേഴ്സ്. ശരീരത്തെ കഠിനമായി മുറിവേൽപ്പിച്ച് ഉപദ്രവിക്കുന്ന ആമേൻ നിഷ്ഠൂരരായ ഉപദ്രവകാരികളെ, സുവിശേഷ നിമിത്തം പീഡിപ്പിക്കുന്നവരെ നിങ്ങൾ പേടിപ്പിക്കരുത്. ഹു ക്യാൻ ഡു നോ മോർ ദാൻ കിൽ ദ ബോഡി. നിങ്ങളുടെ ശരീരത്തെ കൊല്ലാനേ അവർക്ക് കഴിയത്തുള്ളൂ. അതിലപ്പുറം ഒന്നും ചെയ്യാൻ അവർക്ക് പറ്റത്തില്ല. ലോക മനുഷ്യരെ സംബന്ധിച്ച് അതാണല്ല. പക്ഷേ നിങ്ങൾക്ക് ശരീരത്തിന് മരണം സംഭവിച്ചാലും അതിൽ പോലും നിങ്ങൾ പേടിച്ചു പോകരുത്. ലെറ്റ് നോട്ട് ദ പവർ, ദ റേജ്, ദ കണ്ണിങ് ഓർ ദ വയലൻസ് ഓഫ് വൺ ഓർ ദി അതർ have been moved, discouraged or upright from a close attachment to the gospel and the truths of it. സത്യസുവിശേഷത്തിന്റെ വിശ്വാസത്തിൽ നിന്ന് നിങ്ങളെ പിന്തിരിപ്പിക്കാൻ വിധത്തിൽ ഇതിനൊന്നിനും നിങ്ങളെ ഭയപ്പെടുത്തുവാനായിട്ട് കഴിയരുത്. ഹല്ലേലൂയ. ഇതിന് സമാനമായ ഒരു ആഹ്വാനം നമ്മുടെ കർത്താവും തന്റെ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞിട്ടുണ്ട്. ആമേൻ. ചെറിയ ആട്ടിൻകൂട്ടമേ, നിങ്ങൾ പേടിക്കണ്ട, ഭയപ്പെടേണ്ട. രാജ്യം നിങ്ങൾക്ക് തരാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ലൂക്കോസ് 12:32. ഹല്ലേലൂയ. ആമേൻ. കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ വിശ്വാസത്തിന് വേണ്ടി ശക്തിയുക്തം പോരാടാൻ, ഒരുമിച്ച് നിൽക്കാൻ, ഏക മനസ്സോടെ ഏകാത്മാവിൽ നിലനിന്ന് അതിനുവേണ്ടി പോരാട്ടം കഴിക്കാൻ നമ്മയും തെരഞ്ഞെടുത്തിരിക്കാൻ നമുക്ക് ദൈവത്തിന് സ്തുതി കരേറ്റാം. ഹല്ലേലൂയ. പല വിഷയങ്ങളിലും അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം. അത് നല്ലതൊന്നും അല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മുടെ ലക്ഷ്യമൊന്നു മാത്രം. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കർത്താവിന്റെ വരവോളം യേശുവിനെ അറിയിക്കണം, കർത്താവിനെ സാക്ഷിക്കണം, ക്രിസ്തുവിന്റെ സന്ദേശം ആവും വിധത്തിൽ എത്തിക്കാൻ പറ്റുന്നിടത്തെല്ലാം എത്തിക്കണം. അതിന് എന്തൊക്കെ വെല്ലുവിളികൾ വന്നാലും ആരൊക്കെ എതിർത്താലും ഭയപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ആർക്കും അതിനെ ആ ലക്ഷ്യത്തിൽ നമ്മെ പിന്തിരിപ്പിക്കാൻ, നമ്മെ ശിഥിലമാക്കുവാൻ, ചിതറിക്കുവാൻ, ഐക്യത നഷ്ടപ്പെടുത്തുവാൻ, ഫിസിക്കലായി പല ഭാഗത്തേക്ക് പോകുന്നതല്ല ഞാൻ പറയുന്നത്, ഐക്യത ഇല്ലാതെയാക്കുവാൻ ഒരു ശക്തിക്കും ഇടം കൊടുക്കരുത്, അനുവദിക്കരുത്. അതിനായി കൃപയിൽ നിലനിന്ന് മുന്നേറാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്നത്തെ ദൈവവചന പഠനം അതിനായി ഒരിക്കൽ കൂടെ നമുക്ക് ധൈര്യവും ബലവും നൽകട്ടെ. എന്റെ വാക്കുകൾ ഇന്ന് ഞാൻ നിർത്തുന്നു.